പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെന്നൈയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് വരാം. കന്യാകുമാരിയിലെ പത്മനാഭപുരം മണ്ഡലത്തിലാണ് നമ്മുടെ പ്രതിനിധി റാഹിസ് റഷീദ് ഉള്ളത്. വലിയ പോരാട്ടമാണ് തമിഴകത്ത് നടക്കുന്നത്. 234 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഒറ്റഘട്ടമായിട്ടാണ് തമിഴ്നാട്ടിൽ. ഇക്കുറി മത്സരം കടുക്കാനുള്ള കാരണം DMK വീണ്ടും ഒരു ഊഴം തേടി ഇറങ്ങുമ്പോൾ ADMK പതിവ് ശക്തിയൊന്നും ഇല്ലെങ്കിൽ പോലും BJPയുമായിട്ടുള്ള സഖ്യം ചേർന്നതിന് ശേഷം കൂടുതൽ കരുത്ത് ആർജിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർണായക ശക്തിയായി TVK ഉണ്ട് എന്നുള്ളതാണ്. TVK ആർക്കുമൊപ്പം ഇതുവരെയും അലൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരേ സമയം കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും വിമർശിച്ചുകൊണ്ടാണ് വിജയിയുടെ TVK പ്രചരണം നടത്തിയത്. വിജയി പോകുന്നിടങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടമുണ്ട്. മറ്റിടങ്ങളിൽ അങ്ങനെ ആൾക്കൂട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ വിജയി പോകുന്ന സ്ഥലത്തെല്ലാം ആൾക്കൂട്ടമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമുക്കൊപ്പം റാഹിസ് റഷീദ് ഉണ്ട്. റാഹിസ് റഷീദ്, ഗുഡ് മോർണിംഗ്. കലൈ വണക്കം തമ്പി. എപ്പടി കന്യാകുമാരിയിലെ പോളിംഗ് നന്നായി പോകുന്നുണ്ടോ? നല്ല തിരക്കൊക്കെ ഉണ്ടോ രാവിലെ പത്മനാഭപുരം പ്രദേശത്തേക്കൊക്കെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമ്മൾ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ രാവിലെ കാണുന്ന വലിയ തിരക്കൊന്നുമില്ല. ഇനിയൊരു 4-5 പേര് മാത്രം ക്യൂവിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ പത്മനാഭപുരം മണ്ഡലത്തിൽ CPM മത്സരിക്കുന്നു. DMK അവരുടെ 20 വർഷമായി അവരുടെ സിറ്റിംഗ് സീറ്റായ നിലവിലെ ഇവിടുത്തെ മന്ത്രിയായ മനോജ് തങ്കരാജ് മത്സരിച്ചിരുന്ന ആ മണ്ഡലം CPMന് വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ദക്ഷിണേന്ത്യയിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്ന ഒരു സ്ഥലമാണ് പത്മനാഭപുരം. ആ അക്കൗണ്ട് ADMKയും DMKയും ഒക്കെ പിന്നീട് പൂട്ടിക്കുകയും ചെയ്തു. നമുക്കൊപ്പം മലയാളി വോട്ടർമാർ 2 സിസ്റ്റർമാരാണ്. ഇവർ തൊട്ടപ്പുറത്ത് മഠമുണ്ടല്ലേ? വോട്ട് ചെയ്തു. നാട്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും മുമ്പല്ലേ? ഉണ്ട്. എവിടെ? നാട്ടിലെവിടെ സിസ്റ്ററെ? കുറിച്ചി. കോട്ടയം കുറിച്ചി. രാവിലെ വന്ന് ചെയ്താൽ ആ പരിപാടി തീർക്കാതെ ഒത്തിരി തിരക്കാവുന്നതിന് മുമ്പ് രാവിലെ ഒന്ന് വിചാരിച്ച് ചെയ്താൽ. ഇവിടെ പ്രചരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇതായിട്ടുണ്ടായിരുന്നു. നാട്ടിലെ കണക്ക് ഇത്രയും ബഹളമില്ല. നോക്കുമ്പോൾ ആ അർത്ഥത്തിൽ ഒച്ചയും ബഹളവും കുറവാണ്. ഒച്ചയും ബഹളവും കുറവാണ്. അടിയും പിടിയൊന്നും കണ്ടില്ല. ഏത് തരത്തിലാണ് മൊത്തത്തിൽ ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? നന്നായി പോകുന്നു ആണ്. അതാണ് അരുൺകുമാർ, നന്നായി പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം. പിന്നെ ഇവിടുത്തെ രസമെന്നല്ല, ഇവിടെ ആളുകൾക്ക് നിൽക്കാനേ ഇത് കണ്ടോ അരുൺകുമാർ, ഒരു പ്രത്യേക സെറ്റപ്പാണ്. ഇവിടെ ക്യൂവിൽ വന്നാൽ ഇപ്പോൾ ക്യൂവിൽ ആദ്യം ഇത് 229 ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് നിൽക്കാനുള്ള പ്ലേസ് അങ്ങനെ ചെറിയ മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതാ നല്ല വാഴക്കുലകൾ, ഞാനിപ്പോഴാണ് വാഴക്കുലകൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ലോക്കൽ ബോഡി പഞ്ചായത്ത്, ഇവിടുത്തെ പഞ്ചായത്ത് അലങ്കരിച്ചതാണെന്നാണ് ഇവിടെയുള്ള സുരക്ഷയിലുള്ള പോലീസ് ചോദിച്ചപ്പോൾ കണ്ടു. ഇലക്ഷൻ കമ്മീഷന്റെ ഫ്ലെക്സ് ആണോ അത്? ഒരു കുടുംബമൊക്കെ വോട്ട് ചെയ്ത് നിൽക്കുന്ന ഫ്ലെക്സ്. അതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ. ഇത് തമിഴ്നാട്ടിൽ നമ്മൾ അതിർത്തി കഴിഞ്ഞ് കയറിയപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. അവർ കൂടുതൽ ആളുകളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി ഈ ഫ്ലക്സ്, വലിയ ഫ്ലക്സ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു വന്ന പല പത്മനാഭപുരത്തും നാഗർകോവിലും ഒക്കെ പല സ്ഥലത്തും ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാതെ ആളുകളെ കൂടുതലായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലക്സുകളാണ്. നമ്മൾ നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ഈ സ്കൂളിൽ 2 ബൂത്താണുള്ളത്. 2 ബൂത്തിൽ ഒരു 5-6 പേർ മാത്രമേ ക്യൂവിലുള്ളൂ. നമ്മൾ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ രാവിലെ ഈ സമയത്ത് ഒരു 10-50 പേരൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ താങ്ക് യു റഹീസ്. കേരളത്തിൽ നമ്മൾ ഇക്കുറി കണ്ടത് ആദ്യത്തെ 1.5 മണിക്കൂർ എന്നാ പോളിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ വലിയ ക്യൂ രാവിലെ തന്നെ രൂപപ്പെട്ടു. പിന്നെ കുറച്ച് നേരം പുലർന്ന് ചൂടൊക്കെ വന്നപ്പോഴേക്ക് ക്യൂ കുറഞ്ഞു. എന്നാൽ പോലും നല്ല ക്യൂ ആയിരുന്നു കണ്ടത്. കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ ഒരു വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളെങ്കിൽ പോലും ആദ്യ മണിക്കൂറുകളിലൊക്കെ കേരളത്തിൽ കനത്ത പോളിംഗ് ആയിരുന്നു. തമിഴ്നാട്ടിൽ ആ രീതിയിൽ നോക്കുമ്പോൾ അത്ര മോശമല്ലാത്ത പോളിംഗ് എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ ബൂത്തിലേക്കൊന്നും ഇപ്പോൾ 48 മിനിറ്റായി പോളിംഗ് തുടങ്ങിയിട്ട് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി അറിയാം അങ്ങോട്ട് പോകുന്തോറും. പക്ഷേ ഇനി അങ്ങോട്ട് ചൂട് കൂടുന്തോറും കൂടുതൽ തിരക്ക് കുറയാനാണ് സാധ്യത. പക്ഷേ ഉച്ച കഴിയുമ്പോഴേക്കും തമിഴ്നാട്ടിൽ കുറച്ചുകൂടി ചൂട് കൂടും. കഴിഞ്ഞ തവണ 73% പോളിംഗ്. ഇക്കുറിയും അതൊരു 73-74%. അതിനപ്പുറമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. വലിയ പ്രചരണമാണ് അവിടെ നടന്നത്. പക്ഷേ കേരളത്തിലേതുപോലെയുള്ള പ്രചരണമൊന്നുമില്ല എന്ന് നമ്മളൊപ്പം അവിടെ വന്ന സിസ്റ്റർമാർ പറയുന്നത് കേട്ടല്ലോ. കേരളത്തിലെ പോലെയുള്ള വലിയ ബഹളമൊന്നുമില്ല. ഇവിടെ എന്നാ ബഹളമായിരുന്നു.